ഇവോക്ക് എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അതുപോലെ ഇവോക്കിലേക്ക് എത്താനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അഡ്രോയിഡ് ബിസിനസ് സൊല്യൂഷൻസ് എന്നുള്ളൊരു കമ്പനിയിലാണ്. അത് ഡൽഹി ബേസ്ഡ് ഒരു കമ്പനിയാണ്, US ബേസ്ഡ് ആണ്. ഡൽഹിയിലാണ് അവരുടെ ഓഫീസ് ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ. സോ അവിടെ നിന്ന് ദെൻ മൂവ് ടു സാംസങ്. I started my career as a developer, software developer. Okay. Then moved to quality assurance and പിന്നെ ബാംഗ്ലൂരായിരുന്നു കുറേ നാൾ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഓൺ സൈറ്റ് കുറേ നാൾ യൂറോപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വെൻ കം ബാക്ക് ടു വെൻ തിങ്ക് അബൌട്ട് സ്റ്റാർട്ടിങ് എ ബിസിനസ്, എൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്. ബട്ട് ദേ ആർ നോട്ട് ഇൻ ടു സോഫ്റ്റ്വെയർ ഓർ അങ്ങനെയൊന്നുമല്ല, അവരൊരു ട്രഡീഷണൽ IT അല്ല. അപ്പോൾ വെൻ തിങ്ക് അബൌട്ട് എ ബിസിനസ്, ഈവൻ ദോ ഐ വർക്ക് വിത്ത് സാംസങ്, എനിക്ക് ഈ വലിയ കമ്പനികളുടെ മാർക്കറ്റിംഗ് ഡിവിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. കാരണം ഇഫ് യു ആർ എ റിയലി ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തേക്കൊന്നും ഒരു ആക്സസോ അല്ലെങ്കിൽ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ബിക്കോസ് ദാറ്റ് മാർക്കറ്റിംഗ് ഈസ് ഹാപ്പനിങ് ഇൻ യൂറോപ്പ് ഓർ US. അവരുടെ പ്രൊഡക്റ്റ് കൂടുതലും വിൽക്കുന്ന മാർക്കറ്റിലായിരിക്കും അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ ആക്ച്വലി. സോ ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി ഇങ്ങനെ ഐ നീഡ് ടു സ്റ്റാർട്ട് സംതിങ് ഇൻ IT, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു സ്റ്റാർട്ട്. സോ അങ്ങനെയാണ്, പക്ഷേ ഐ വാണ്ട് ടു സ്റ്റാർട്ട് ഇറ്റ് സംതിങ്. അങ്ങനെ ഞാൻ ദെൻ ഐ സ്റ്റാർട്ടഡ് സെർച്ച് ഓൺ ദ ഡിജിറ്റൽ തിങ്സ്. ഇവോക്ക് സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി ഒരു പ്യുവർ ഡെവലപ്മെൻറ്റ് കമ്പനി ആയിട്ടാണ്. ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടഡ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. ഒരു പ്യുവർ ഡെവലപ്മെൻറ്റ് കമ്പനി ആയിട്ടാണ് 12 years മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫസ്റ്റ് 2 years വാസ് ആക്ച്വലി പ്യുവർ ഡെവലപ്മെൻറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഭാഗത്തേക്ക് തന്നെ വന്നത് ആക്ച്വലി. ബിക്കോസ് വി ആർ എ ബാക്ക് എൻഡ് ഓഫ് എ ജർമ്മൻ കമ്പനി ആക്ച്വലി. റൂൾ ആൻഡ് റോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാക്ക് ഓഫീസായിട്ടാണ് നമ്മൾ ഇനിഷ്യലി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 30 employees ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊച്ചി ഇരുന്ന് വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു ആക്ച്വലി. സോ ഫുള്ളി ഔട്ട്സോഴ്സ് എംപ്ലോയീസിന്. അത് ഇപ്പോൾ ഒരു 12 years ആയി ആക്ച്വലി. 12 years ആയി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഒരു ട്രെൻഡ് ആവുന്നതിന് കുറേ മുന്നേ 10 years ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 years ആയി ഓൾമോസ്റ്റ്. ഒരു ദശാബ്ദം പിന്നിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള, അതും ഹൈ പ്രൊഫൈൽ ജോബുള്ള ഒരാൾ, ഏതൊരു യുവാവായാലും അല്ലെങ്കിൽ ആ ഒരു പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഹൈ പ്രൊഫൈൽ ജോബാണ്. അപ്പോൾ ആ ഹൈ പ്രൊഫൈൽ ജോബിൽ നിന്നും അത്രയും സാലറി ഉണ്ടാവും, അപ്പോൾ അതിൽ നിന്നും ഈ ബിസിനസ് രംഗത്തേക്ക് വരാനുള്ള ആ ഒരു കാരണം എന്താണ്? മെയിൻ റീസൺ വാസ് ആക്ച്വലി ഫാമിലി ഈസ് എ ബിസിനസ് ഫാമിലി. സോ ഐ തിങ്ക് ഇൻ ബ്ലഡ് ഐ എം ഹാവിങ് ദാറ്റ് ബിസിനസ് തിങ്. പേരൻസ് ബിസിനസ് ചെയ്യുവാണ്. എൻ്റെ ബ്രദർ, എൻ്റെ യങ്ങറാണ് ബ്രദർ, എന്നെക്കാളും മുന്നേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഹീസ് എ ബിൽഡർ ആക്ച്വലി. സോ ബിക്കോസ് ഐ വാണ്ട് ടു ബി ഇൻ എ കംഫർട്ട് സോൺ ഫോർ സർട്ടൺ ടൈം. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി, ബിക്കോസ് ഐ വാണ്ട് ടു ഗെറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. അതുകൊണ്ടാണ് ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം, ബിസിനസ്സിലേക്ക് ബേസിക്കലി വരാനുള്ള കാരണം ഓൺലി ബിക്കോസ് ഓഫ് ദ ഹോൾ ഫാമിലി ഈസ് ഇൻ ബിസിനസ്. പക്ഷേ ഒരു IT പ്രൊഫഷണൽ ആകുമ്പോൾ നമുക്ക് വേറെ ഇഷ്ടം പോലെ ഒരുപാട് ഫേംസ് നമുക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന രംഗത്തേക്ക് വരാനുള്ള കാരണം എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആയിട്ടായിരുന്നില്ല നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഐ വാണ്ട് ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ കമ്പനി, നോട്ട് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. സോ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. സോ ഒരു പ്യുവർ ജർമ്മൻ കമ്പനിയുടെ ബാക്ക് ഓഫീസായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി. I supposed to answer you that question also. Evoke, why Evoke actually? Why the name? It's only because of and the target market was actually US and Europe. So E is actually based for the internet based services. You all know e-commerce. Internet enabled ആയിട്ടുള്ള എല്ലാ സർവീസിനും E ആണ്. So internet enabled service എന്നുള്ളതാണ് ഫസ്റ്റ് E actually മെൻഷൻ ചെയ്യുന്നത്. Walk is actually the word, usually if you go to European or US accent, people will never say work as work. Only we Indians say like work. That R is actually silent in phonetics if you talk in English. It's just walk. Work only. It's walk like that. So that's internet enabled. India we നമ്മൾ work എന്നാണ്, പക്ഷേ അവിടെ വരുമ്പോൾ work. It's work. Yeah, that's the reason that Evoke. Okay, that's why it's Evoke. Evoke, yes. Fine. ഇപ്പോൾ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുള്ള ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേയും ബിസിനസ് ഉണ്ടായിട്ടുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഇല്ലാതെ ബിസിനസ് വളരാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ട്. എന്താണ് ആ ഡിഫറൻസ് എന്ന് തോന്നിയിട്ടുള്ളത്? ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇത് എൻഡ് പീപ്പിളിലേക്കാണല്ലോ, ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് വാട്ട് എവർ ഇറ്റ് ഈസ് ഗോയിങ്. സോ കറണ്ട് ജനറേഷൻ വേർ ദേ ആർ ലുക്കിംഗ് അറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഇഫ് വി ഹാവ് നമ്മുടെ പിള്ളേരോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ എല്ലാവരും സമയം കിട്ടിക്കഴിഞ്ഞാൽ മൊബൈൽ, സ്മാർട്ട് ഫോണ്,
അല്ലെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതിനകത്താണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പീപ്പിൾ നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ഫേസിലേക്ക് പോലും ആളുകൾ നോക്കുന്ന ഒരു കാലം ഇപ്പം ഇല്ല ആക്ച്വലി. സോ ആ ഒരു സ്പേസിൽ പോയിട്ട് അഡ്വർടൈസ് ചെയ്താലാണ് യു വിൽ ഹാവ് സസ്റ്റൈനബിലിറ്റി. അല്ലെങ്കിൽ ലൈക്ക് ട്രഡീഷണൽ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ട്രഡീഷണലി കംപ്ലീറ്റ്ലി യു ക്യാൻ അവോയ്ഡ്, നോ. If you are a very big company, you need to be present in the market. You have to consider traditional marketing also for a certain percentage, but digital marketing is not something traditional വേണമെങ്കിൽ if you want you can ignore also if you don't have a big budget. For example, ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു ന്യൂസ് മീഡിയക്കകത്ത് if you want to go for an advertisement, of course you need to spend lakhs of rupees. For example, ഒരു മെയിൻ ന്യൂസ് പേപ്പർ മീഡിയ ആണെങ്കിൽ maybe 30-40 lakh you need to spend for the front cover. That is actually keeping for morning 5 a.m. to till evening 5 p.m. only. After that newspaper have no value. But in digitally, if you are having 35 lakhs, that's traditional marketing. Yeah, that's a traditional marketing. One way of traditional marketing. But when you are in digital, പോസ്റ്റർ നമ്മൾ ഒരു പുറത്ത് നമ്മൾ ഒട്ടിക്കുന്നതും ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കുന്നത് അങ്ങനെയായിട്ടാണ് ശരിക്കും വരുന്നത്. ഒട്ടിച്ചിട്ടാണ് അതിലേക്ക് വരുന്നത്. അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇപ്പോഴും ഉണ്ട്. It is there. That's what I'm saying. Like if you are a very big brand, you are having a marketing budget of millions of rupees, then you will definitely spend money in newspaper also. But if you are having a limited budget, for example, if you are having just 10 lakh rupees only budget, then newspaper front page is not affordable for you. That's the first thing. The 10 lakhs digital marketing is actually a good budget. So you can spend that 10 lakh in 10 months. Wherein other traditional market, if you go for a hoarding in a very main walking ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഹോർഡിംഗ് വെച്ചു, ആ ഹോർഡിംഗ് മേ ബി യു നീഡ് ടു സ്പെൻഡ് എ റെന്റ് ഓഫ് മേ ബി 1 lakh for month. സോ ആ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസാണ്, അതായത് പ്രൈസ് കുറച്ചിട്ട്, അതായത് ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഈസ് ആക്ച്വലി യു ക്യാൻ ടാർഗറ്റ് ദ കസ്റ്റമർ. Wherein like if a traditional media, if you say about a newspaper, you cannot target a customer. How you are going to target it? And the newspaper is not giving you a insight analytics also. For example, newspaper will say ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഡിജിറ്റലി പോകാതെ പേപ്പറേ വായിക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പോഴും ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് അത്യാവശ്യമാണ്. കറക്റ്റ്. പറയാൻ വന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ട് വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഫസ്റ്റ് തിങ് ഈസ് ആക്ച്വലി ഇറ്റ്സ് വെരി കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർഡ് ടു എനി അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ. സെക്കൻഡ് തിങ് ഈസ് ആക്ച്വലി യു വിൽ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ടാർഗറ്റ് ദ കസ്റ്റമർ. ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ പ്രൊഡക്റ്റ് is having an audience of 18 years തൊട്ടിട്ട് ഒരു 35 years വരെയുള്ള ഇന്ന ഇൻട്രസ്റ്റുകളുള്ള ആളുകൾ മാത്രം എൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ കാണിച്ചാൽ മതി എന്നുള്ളത് യു ക്യാൻ ഡിസൈഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഇൻസൈറ്റ് ഓൾസോ. ആരൊക്കെ കണ്ടു, എത്ര പേര് കണ്ടു, എത്ര വ്യൂസ് വന്നു, എത്ര ക്ലിക്ക് വന്നു, യു ക്യാൻ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ്സ്. വേർ ഇൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് യു വിൽ നോട്ട് ഗെറ്റ് എനി ഇൻസൈറ്റ്സ്. അത് കിട്ടില്ല. നമുക്ക് കറക്റ്റായിട്ട് ആരൊക്കെ കണ്ടു, അല്ലെങ്കിൽ എത്രത്തോളം അത് റീച്ച് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണുന്നത് ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല സർവീസുകൾ ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരൊറ്റ അഭാവം കൊണ്ട് മാത്രം ഒന്നും അല്ലാതായിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ തകർന്നിട്ടുണ്ട്. ശരിക്കും അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അത് തകർന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ തകരാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം ഒരു കാരണമായിട്ടുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നത്തെ മാർക്കറ്റിൽ അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റും സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റലി യു ഷുഡ് ഡു ഇറ്റ്. ഓക്കെ. അതായത് ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ യു നീഡ് ടു സ്പെസിഫിക്കലി ഡിസൈഡ് ദാറ്റ് വാട്ട് ഈസ് മൈ ബഡ്ജറ്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇവോക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ ചിന്തിച്ചു. അതായത് ബിസിനസ് എന്തായാലും നമുക്ക് ലൈഫ് ലോങ് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ബിസിനസ് നമുക്ക് എപ്പോഴും മുൻപന്തിയിലേക്ക് എത്തിക്കണമെന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മസ്റ്റ് ആണെന്നുള്ള ഇവോക്ക് ചിന്തിച്ചതിൻ്റെ പേരിലാണ് സാർ ഇവോക്കിലേക്ക് എത്തിച്ചേർന്നത്. ഇവോക്ക് എന്നൊരു ഫേമിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ. ഇവോക്ക് ഈസ് ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവോക്ക് ഈസ് ബേസിക്കലി എ digital design and development and marketing company. So when you come to Evoke for a consultation, suppose you have an idea or you may have already a business, maybe if you are having a clothing business, or a clothing boutique നിങ്ങൾ നടത്തുവാണ്, so maybe you are coming to us for a complete digital consultation. നിങ്ങളായിട്ട് കപ്പിൾ മീറ്റിംഗ് നടത്തും. അതിൻ്റെ ബേസിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് നമ്മൾ മനസ്സിലാക്കും, നിങ്ങളുടെ പ്രൈസിങ് മനസ്സിലാക്കും, നിങ്ങളുടെ മാർജിൻസ് മനസ്സിലാക്കും, കറണ്ട് കസ്റ്റമർ ബേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം മേ ബി ഇഫ് റിക്വയർഡ് വി വിൽ സജസ്റ്റ് യു ആൻ ഇ-കൊമേഴ്സ് വേർ യു ക്യാൻ സെൽ ദ പ്രൊഡക്ട്സ് ഓൺലൈൻ. അത് നമ്മൾ ബിൽഡ് ചെയ്യും. അത് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള
നിങ്ങൾക്ക് ഏറ്റവും മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മൾ ബിൽഡ് ചെയ്യും ആദ്യം. അതിനുശേഷം നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കും. സോ വി വിൽ ഡൂ ദ മാർക്കറ്റിംഗ് ഓൾസോ. ദാറ്റ് മീൻസ് ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ building your e-commerce and doing the marketing online. Okay. Digital marketing, when you are considering digital marketing for different type of businesses, the approach towards is അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ടുവേർഡ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബിസിനസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സർവീസ് അത് ഏത് കസ്റ്റമർ ബേസിലേക്ക് എത്തുന്നു, അത് ഏത് ജിയോഗ്രഫിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചി ചെയ്യുന്ന അതേ പാറ്റേൺ ആയിരിക്കില്ല ദുബായ് ചെയ്യുന്നത്, ദുബായ് ചെയ്യുന്ന പാറ്റേൺ ആയിരിക്കില്ല ന്യൂയോർക്ക് ചെയ്യുന്നത്. കാര്യം ഓരോ സ്ഥലത്തുള്ള കസ്റ്റമർ ബേസും അവരുടെ ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ചെയ്യുന്ന അതേ പാറ്റേൺ നമുക്ക് വേറൊരു കൺട്രി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതെല്ലാം പഠിച്ച ശേഷമാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. എത്ര സ്പെൻഡ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റുകൾ ചൂസ് ചെയ്യണം, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിനെ മനസ്സിലാക്കിയ ശേഷമാണ്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വി വിൽ സ്റ്റഡി യു ആൻഡ് യുവർ ബിസിനസ്.